ആട്ടം എന്ന് പറയുന്ന സിനിമ ഹോപ്പാകണം, പ്രതീക്ഷയാകണം. ഏതൊരു വർക്ക് ഓഫ് ആർട്ടിന് ഞാൻ വിശ്വസിക്കുന്നത് 50% നമ്മുടെ ഒരു പ്രയത്നവും 50% അതിനകത്തൊരു യാദൃശ്ചികതയുണ്ട്. സിനിമ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഓഡിയൻസ് മെമ്പേഴ്സിലേക്ക് സിനിമ എത്തണം എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. നമ്മളൊരാളോട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞു, നാളെ അവാർഡ് കിട്ടിയില്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്തിട്ടോ. കയറി വരികയും അനൗൺസ്മെന്റ് മികച്ച എഡിറ്റിങ്ങിനുള്ള. അപ്പം ഞാൻ മഹേഷ് ഇങ്ങനെ ഒരു അവിടെ വീടില്ലതേ ഉള്ളൂ. ലൈവ് കാണുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് സംഭവിച്ചത് ബെസ്റ്റ് എഡിറ്റർ. ഒരു പഞ്ചായത്ത് അവാർഡ് പോലും ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. നമ്മളേലും കഴിവുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട് ദിനം പ്രതി. അവരും സിനിമ എന്ന് പറയുന്ന വലിയ സ്വപ്നമായിട്ട് നടക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന വലിയ ആളുകളിലേക്ക് എത്തിപ്പെടാൻ കൂടി പറ്റുന്നില്ല. ഞാൻ ഈ ബെസ്റ്റ് എഡിറ്റിൻ്റെ അവാർഡ് കേട്ടപ്പോൾ അപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞത്. ഈ സിനിമയുടെ എഡിറ്റ് അത്രയും ബ്രില്യൻ്റ് ആണ്. ഹായ്, ദേശീയ പുരസ്കാര നിറവിൽ നിൽക്കുന്ന ആട്ടം ടീമാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ഉള്ളത്. ഒരുപാട് സന്തോഷം. വിനയ് ഫോർട്ട്, ആനന്ദ് ഏകർഷി, മഹേഷ്, സിറിൻ ഷിഹാബ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുന്ന ഈ ആട്ടം സിനിമയെ പറ്റിയിട്ട് എപ്പോഴും പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരു ടീം എഫേർട്ടിനെ പറ്റി, സൗഹൃദത്തെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പലപ്പോഴും പല സിനിമകളും പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാകാറുണ്ട്. സിനിമയുടെ ഒരു കഥ ആളുകളോട് പറയണം എന്നുള്ള ഒരു ക്രിയേറ്ററുടെ വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ആട്ടത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ്. ഒരു കൂട്ടം കൂട്ടുകാർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റുള്ള ആട്ടത്തിന് ദേശീയ പുരസ്കാരം കിട്ടുമ്പോഴുള്ള ഒരു ഇരട്ടി സന്തോഷത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? മികച്ച സിനിമയാണ്. ഇന്ത്യയിലെ എത്രയോ ഭാഷകളിൽ നിന്നുള്ള എത്രയോ സിനിമകൾ മത്സരിക്കുന്ന ഒരു വർഷമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആ ഒരു സന്തോഷം പറയും. ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് മനസ്സിൽ വന്ന ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് ഒരു ദിവസം ഒരു യാത്ര പോയിരുന്നു ഒരു ചെറിയ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച സെറിനും ഷാജോൻ ചേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവരും വിനയ് ഉൾപ്പെടെ ആ യാത്രയിലുണ്ട്. അപ്പോൾ അന്ന് ഈ യാത്ര പോകാനായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും 500 രൂപ, 750 രൂപ, 1000 രൂപയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായ ചർച്ച. അപ്പോൾ ഇത് പോകണം, അപ്പോൾ വേണ്ട, ചിലവർ വേണ്ടെന്ന് പറയുന്നു, നമുക്കിപ്പോൾ ആ പൈസ എടുക്കാനില്ല, അങ്ങനെയൊക്കെ. പക്ഷെ അവസാനം എല്ലാവരും കൂടെ ആ യാത്ര പോയി. ആ യാത്ര അന്ന് സംഭവിച്ചതുകൊണ്ട് അന്ന് ആണ് വിനയ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ അടുത്ത് പറയുന്നതും. അപ്പോൾ അന്ന് ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വർക്ക് വേണം, നമ്മുടെ ആക്ടേഴ്സിനെ എല്ലാവരെയും അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്നൊരു വർക്ക് വേണം, നമുക്ക് എന്താ ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ രീതിയിൽ ആലോചിച്ചാൽ. അല്ലെങ്കിൽ വളരെ ചെറിയ, ഇപ്പോൾ വിനയ് പറഞ്ഞു നമുക്ക് പല സ്ഥലത്തു നിന്നൊക്കെ പൈസ സംഘടിപ്പിച്ചൊരു ചെറിയ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു നാടകം, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒരുമിച്ചൊരു സംഭവം ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ആലോചന. ആ ആലോചന അവിടുന്ന് പിന്നെ നമ്മളിപ്പോൾ കട്ടു ഈ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെഗ്നാനിമിറ്റി എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്, നമുക്ക് അവിശ്വസനീയമാണ്. അങ്ങനെ ഒരു ചെറിയ ആലോചന ഇന്ന് 310 സിനിമകളോടും ഏകദേശം 310 സിനിമകളോടാണ് കമ്പീറ്റ് ചെയ്ത് വളരെ വലിയ സിനിമകൾ, മനോഹരമായ സിനിമകൾ, പൊന്നിയിൻ സെൽവൻ പോലെ അല്ലെ കാന്താര പോലെയുള്ള മനോഹരമായ സിനിമകളുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നമ്മൾ ബെസ്റ്റ് ഫിലിമായിട്ട് മാറുമ്പോൾ ലിറ്ററലി അതൊരല്പം അവിശ്വസനീയം തന്നെയാണ്. അതാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ചില സ്പേസസിൽ മീഡിയ ഹൗസസ് തന്നെ ചെന്ന് നിൽക്കും, കാരണം അതുവരെയുള്ള റിപ്പോർട്ടുകൾ വരും. പക്ഷേ പിന്നെ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ചിലർക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള സമയം, അതിന് തൊട്ട് ശേഷമുള്ള സമയങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. അതിന് തൊട്ട് മുൻപുള്ള മൊമെൻറ്റിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? ഏതിനൊക്കെ ആയിരിക്കും അവാർഡ് കിട്ടുക എന്നായിരുന്നോ? എന്തായിരുന്നു? എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമോ ഈ അവാർഡ് പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റ് എന്തായിരുന്നു? വിനയ് ഫോർട്ടിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ഞങ്ങളൊരു 1/2 മണിക്കൂർ മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് അവാർഡ് പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്നത് മികച്ച മലയാള ചിത്രമായിരുന്നു. പിന്നെ ഞങ്ങൾ സെറിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നൊരു പോയിന്റിലെത്തിയിരുന്നു. കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ സെറിൻ്റെ ക്വാളിറ്റിയിൽ ഒരു പെർഫോമൻസ് ആക്ട്രസ് ഒരു ഏരിയയിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ രണ്ടുമായിരുന്നു. ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞ ഓർമ്മയുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, എടാ മികച്ച ചിത്രം എന്നുള്ള തരത്തിൽ ഞാൻ ആനന്ദിനോട് പറഞ്ഞു. അപ്പോൾ ആനന്ദ് പറഞ്ഞു, മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ മികച്ച മലയാള ചിത്രം എന്ന് പറഞ്ഞാൽ എന്നെ തിരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, മികച്ച ചിത്രം എന്തുകൊണ്ടായിക്കൂടാ? കാര്യം ഭയങ്കര സെൻസിബിളായിട്ടുള്ള ഒരു ജൂറി ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആകാമല്ലോ. ഇത് പ്രതീക്ഷയാണ്.
കാര്യം അങ്ങനെ മികച്ച ചിത്രം നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമല്ല, എന്നാലും നമ്മളത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം കൂടുതലാണ്. ആ ഒരു ആത്മവിശ്വാസം കൂടുതലിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാര്യം അങ്ങനെയാണല്ലോ ഈ സിനിമ ഉണ്ടായത്. അപ്പം ഞാൻ ഈ 2 അവാർഡുകളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. മഹേഷ് എന്തായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? മഹേഷിന്റെ അസിസ്റ്റന്റിന്റെ ആഘോഷമാണ് നമ്മൾ പ്രധാനമായും വൈറലായിരിക്കും. അല്ല, അവാർഡിന് തൊട്ട് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആനന്ദ് ഒരു 11:30-12 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എവിടെയുണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റുഡിയോയിലുണ്ട്, സ്വാഭാവികമായിട്ട് സ്റ്റുഡിയോയിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. കാരണം എന്നെ റൗണ്ടിലൊക്കെ ആട്ടം വന്നിട്ടുള്ളതുകൊണ്ട് എന്നെ 1-2 മീഡിയ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ തൻ്റെ സ്റ്റുഡിയോയുടെ അഡ്രസ്സാണ് കൊടുത്തത്, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ് അവാർഡിന് ഇതുപോലെ കുറച്ച് വിളി വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആനന്ദ് കിട്ടാണ്ട് നമ്മൾ ഇവരുടെ അടുത്ത് അഡ്രസ്സ് കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതുപോലെ സ്റ്റേറ്റ് അവാർഡിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ആട്ടത്തിന് ഉണ്ടാവാൻ ചാൻസ് 2022 സെൻസർ ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിൽ ലാസ്റ്റ് മൊമെന്റ് വരെയും ആട്ടം ഫൈനൽ റൗണ്ടിലുണ്ട്, അപ്പം നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനലിൽ നിന്നുള്ളൂ. ഇത് മഹേഷിന് പിന്നെ മനസ്സിലാവും, മഹേഷ് ഒരു പ്രൊഫഷണലാണ്. നമ്മുടെ സിനിമയിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആദ്യയുടെ സിനിമയിൽ അഭിനയിക്കുന്ന ഭയങ്കര ശുദ്ധരായിട്ടുള്ള നിഷ്കളങ്കരാണ്. സ്റ്റേറ്റ് അവാർഡ് ടൈമിന് ഇവർ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടാണ്. നമ്മളൊരാളോട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞു നാളെ അവാർഡ് കിട്ടിയില്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്തിട്ട് വന്നു. അത്രയും. അപ്പോൾ ആ പോയിന്റിൽ ആനന്ദ് ഇങ്ങനെ വിളിച്ചോളൂ, ആനന്ദ് എനിക്ക് ഇത് കാരണം നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഒരിക്കലും ഇത് സംഭവിച്ചു, നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടത്. അങ്ങനെ ആനന്ദ് ഒരു 1 മണിയായപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ ലൈവ് കാണുമ്പോൾ അവിടെ സർപ്രൈസ് സംഭവിച്ചത് ബെസ്റ്റ് എഡിറ്റർ. ഏറ്റവും തമാശ എന്ന് വെച്ചാൽ മഹേഷിൻ്റെ കൊച്ചിന് സ്കൂളിൽ നിന്ന് വരുന്നു, മഹേഷിൻ്റെ കൊച്ചിനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ മഹേഷ് പറഞ്ഞു 1:40 ബസ്, 1:30 അനൗൺസ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ മഹേഷ് പറഞ്ഞു എന്തായാലും സിനിമയുടെ അനൗൺസ്മെൻറ്റ് സിനിമയ്ക്കാണല്ലോ കിട്ടാൻ, അപ്പോൾ സിനിമയുടെ അനൗൺസ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് 1:45 കഴിയും. അവസാനം മഹേഷ് കൊച്ചിനെ വിട്ടിട്ട് തിരിച്ച് കയറി വരികയും അനൗൺസ്മെന്റ് മികച്ച എഡിറ്റിങ്ങിനുള്ള. അപ്പം ഞാൻ മഹേഷ് ഇങ്ങനെ ഒരു അവിടെ വീടില്ലതേ ഉള്ളൂ, അങ്ങനെ നിൽക്കുകയാണ്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊരു ഭയങ്കര സത്യം ഭയങ്കര അത്ഭുതം. സെറിൻ എങ്ങനെയായിരുന്നു ഇതിന് തൊട്ട് മുൻപുള്ള മൊമെന്റ്സും അതിന് ശേഷവും? ഞാൻ ആക്ച്വലി ഒരു വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ ഇത് ലൈവായിട്ട് നടക്കുന്നൊന്നും എനിക്ക് സമയത്ത് കിട്ടിയില്ല, അതിൻ്റെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. പിന്നെ കുറേ കോൾസ് വന്നു തുടങ്ങി. ഒരു 12:45 ഒക്കെ ആയപ്പോൾ കുറേ പേര് കണ്ടിരുന്നോ എന്ത് തോന്നുന്നു. അപ്പം എനിക്കിതൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെയാണ് മെസ്സേജസ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഓക്കെ 3 കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ. എനിക്ക് ഇതുവരെയും ഇപ്പോൾ കത്തിയിട്ടില്ലല്ലേ, ആക്ച്വലി സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ഇനി ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത് നടന്നു വരില്ലേ, അതിപ്പോഴും നടന്നിട്ടില്ല. ബട്ട് ഇത് ഇനിയും കൂടുതൽ ഓഡിയൻസ് മെമ്പേഴ്സിലേക്ക് നമ്മുടെ സിനിമ എത്തുമല്ലോ എന്ന ഒരു തോട്ടും ഉണ്ട്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. എവിടെയോ ഇങ്ങനെ സംസാരത്തിൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയാണല്ലോ ആട്ടം. അപ്പോൾ എവിടെയോ സംസാരത്തിൽ കൂട്ടുകാരൊക്കെ പറയുന്നു എടാ മണിരത്നത്തിൻ്റെ പടം ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ മറ്റേ കാന്താരം 300 കോടി കളക്ട് ചെയ്ത കാന്താരം ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ റീകളക്ട് ചെയ്യും. അതായത് നമ്മൾ കുഞ്ഞു സിനിമയായിട്ട് പോവുകയും ഈ പറയുന്ന മഹാരഥന്മാരെയും അല്ലെങ്കിൽ വലിയ സിനിമകളെ പിന്തള്ളി ആട്ടം പോലെയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ, അവാർഡ് കിട്ടിയാൽ അതിയായ സന്തോഷമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ ഹോപ്പാകണം, പ്രതീക്ഷയാകണം. കാര്യം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ ആബ്സല്യൂട്ട്ലി ഒരു ബിസിനസ്സാണ്, അറ്റ് ദ സെയിം ടൈം കലയാണ്. അതെവിടെയോ കല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തഴയപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം സിനിമ ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള ഒരു നടനെ വെച്ച് മാത്രം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ഞാനും ആനന്ദ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന, ആനന്ദിനെ കുറിച്ച് ഈ പറയുന്ന പ്രൊഡ്യൂസറിന് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞങ്ങളൊരു പൈലറ്റ് എപ്പിസോഡായിട്ടാണ് പോയത്. പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ആളുകൾ എന്നേലും കൂടുതൽ റോള് കൂടെയുള്ള ആളുകൾക്കാണ്. അപ്പം ഞാൻ കമ്പാരിറ്റീവ്ലി ഒരു ഫെമിലിയർ ഫേസ് എന്ന് പറയുന്ന ഒരു സോണിൽ നമ്മുടെ, അതായത് ഇപ്പം ഞങ്ങളുടെ ഒരു പൈലറ്റ് കണ്ടതിന് ശേഷം ആനന്ദ് ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുകയും ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഇത്ര പുതിയ ആളുകളിൽ ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ, അദ്ദേഹം വിചാരിക്കുകയാണ് ഇല്ല സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ പടത്തിന് പ്രീ ബിസിനസ് നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ സിനിമ ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ മലയാളത്തിന്, കേരളത്തിന് സിനിമയില്ല. ഇങ്ങനെ അതായത് ഒരു ബെസ്റ്റ് സിനിമ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുന്ന സിനിമയില്ല. അപ്പോൾ ഒരുപാട് ഇപ്പം നമ്മളെപ്പോലെ സിനിമയെ സ്നേഹിക്കുന്ന
അല്ലെങ്കിൽ നമ്മളേലും കഴിവുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട് ദിനം പ്രതി. അവരും സിനിമ എന്ന് പറയുന്ന വലിയ സ്വപ്നമായിട്ട് നടക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന വലിയ ആളുകളിലേക്ക് എത്തിപ്പെടാൻ കൂടി പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഞങ്ങളെപ്പോലെ സിനിമയെ സ്നേഹിക്കുന്ന, പുതിയ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സത്യസന്ധരായിട്ടുള്ള സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ സിനിമ ഒരു 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 ആട്ടം, ഒരു വഴികാട്ടിയാവണം, ഒരു പ്രചോദനമാവണം. അല്ലെങ്കിൽ കാര്യം ഞങ്ങൾ അച്ചീവ് ചെയ്തത് നേരത്തെ അൺബിലീവബിളാണ്. കാര്യം ഞങ്ങളെപ്പോലെയുള്ള ഒരു ചെറിയ നാടക സംഘം ത്തിൽ നിന്ന് വരുന്നൊരു സിനിമ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറയണമായിരുന്നു, ഇപ്പോൾ ആനന്ദ് എന്ന് പറയുന്ന റൈറ്ററിന് എന്ത് വലിയ പരിമിതിയായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു അൺഫെയർ ആണ്. അതായത് ഈ 9 നടന്മാരെ, അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഭൂരിഭാഗം ആളുകളെ ഇവരെ നിർത്തിയിട്ട് ഇവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിരക്കഥ എഴുതാനാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് എന്ത് വലിയ റെസ്ട്രിക്ഷനാണ്. ആ റെസ്ട്രിക്ഷനിൽ നിന്നാണ് ഇത്ര മനോഹരമായൊരു തിരക്കഥ ഉണ്ടാകുന്നത്. ആ ഒരു റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ നിന്നാണ് ഈ പറയുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. അവസാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പിന്നിലുള്ള ആളുകൾക്ക് അവർക്കൊരു ഹോപ്പാവണം. ആട്ടം ഞങ്ങൾക്കിത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും പറ്റും. ആകെ ഞങ്ങളുടെ സമീപനം ഉണ്ടല്ലോ, ഞങ്ങളെ സിനിമയോട്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം ഈ പറഞ്ഞത് ഇത് കേരളത്തിന് മാത്രമായിരിക്കില്ല എന്നാണ് ആ നഷ്ടം എനിക്കൊന്ന് പറയാനുള്ളത്. അത് ഇന്ത്യക്ക് മുഴുവനല്ല. അങ്ങനെ ഒരു ഇന്ത്യയിലെ മികച്ച ചിത്രമാവുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ സിനിമകളെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമാ പ്രേമികൾക്ക് മൊത്തമുള്ള വലിയൊരു നഷ്ടമായി തീർന്നേനെ. അതൊരു കേരളത്തിനോ നമ്മളിപ്പോഴുള്ള കുറച്ച് മലയാളികൾക്കോ മാത്രമല്ല. അതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ സംസ്ഥാന പുരസ്കാരത്തെ പറ്റി സംസാരിച്ച് എനിക്ക് അതിനോടുള്ള നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു പോയിന്റും കൂടെ വെച്ചിട്ടാണ്. സംസ്ഥാന പുരസ്കാരത്തിൽ കിട്ടാതിരുന്ന സിനിമ, പിന്നെ അതിൻ്റെ ജേർണി ഭയങ്കര രസമാണ്. പിന്നെ IFFKയിൽ ഭയങ്കര ചർച്ചയാവുന്നു. അതിനുശേഷം സിനിമ ഞാൻ വിചാരിക്കുന്നിടത്തോളം കഴിഞ്ഞ വർഷത്തിലെ ആട്ടം ഇറങ്ങിയിട്ട് അത് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ട് ആട്ടത്തിന്. അതിനെപ്പറ്റി വന്നിട്ടുള്ള നിരന്തരം വരുന്ന എഴുത്തുകൾ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഫെസ്റ്റിവൽസിൽ ഓടുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഒരു കൊമേഴ്ഷ്യൽ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എന്താ പറയുക, ഇത് വേണോ വേണ്ടേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു ആട്ടത്തിനോട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ക്രിട്ടിക്സ് അവാർഡ് വരുമ്പം ആട്ടം ഒരുപാട് അവാർഡുകൾ, സെറിനടക്കം അവാർഡ് സ്വന്തമാക്കുന്നു. ഓപ്പണിംഗ് സിനിമ അങ്ങനെ ഇവിടെ നിന്ന് ഒരു തിരസ്കാരത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് വലിയൊരു ജേർണി നടത്തി പിന്നെ ഏറ്റവും ടോപ്പിലാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ആട്ടത്തിന് എന്നുള്ളതാണ് നേടാൻ നമുക്ക് ബാക്കിയുള്ളതെന്ന് തോന്നുക. അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഈ സംസ്ഥാന പുരസ്കാരത്തിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. അതിന് പല ഉത്തരങ്ങളുണ്ടായിരിക്കും. ക്രിയേറ്റേഴ്സ് എന്നൊക്കെയുള്ള നിലയ്ക്ക് നിങ്ങളുടെ എന്താണ് അതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്? ഇപ്പോൾ ദേശീയ പുരസ്കാരം അടക്കം നേടിയിരിക്കുന്ന ഒരു സ്പേസിൽ. അതായത് ഈ പുരസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ ഒരു അവാർഡാണല്ലോ. അത് നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾക്ക് അർഹതപ്പെട്ടതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമേ അല്ല. അതിനൊരു രസമേ ഇല്ല. കാരണം നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സിനിമ, ഏതൊരു ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുക. അത് നമ്മുടെ കപ്പാസിറ്റിയുടെ മാക്സിമം ചെയ്യാനേ പറ്റുള്ളൂ. അത് എനിക്കെന്നല്ല, ആർക്കും അതേ പറ്റുള്ളൂ. പിന്നെ ഇത് സംസ്ഥാന അവാർഡിന് 2022 ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിനാണ് പരിഗണിക്കപ്പെട്ടത്, ഈ വർഷത്തെ അല്ല. അപ്പോൾ നമ്മൾ അതിനെ അയക്കുമ്പോൾ ഈ സിനിമ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് നമ്മൾ ഫെസ്റ്റിവൽ റൺ US പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ജൂറിയുടെ ഡിസിഷനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ, വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും അത് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അത് നമുക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് ഇപ്പം നേരത്തെ വിനയ് പറഞ്ഞ പോലെ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് മീഡിയക്കാർ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതുണ്ട്, 100% ഉണ്ട്, ഇങ്ങനെ കേൾക്കുന്നു, വാർത്തകളൊക്കെ സംഭവിക്കുന്നു. ഞാൻ അല്ലാതെയും പല സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞു, അത് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇൻ ഹൈൻസൈറ്റ് നോക്കുമ്പോൾ അത് കിട്ടാത്തതിൽ സ്വാഭാവികമായിട്ട് നിരാശ ആഗ്രഹിക്കില്ല, ചെറിയൊരു എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കളി നടന്നിട്ടുണ്ട്, ഇങ്ങനെ കളി നടന്നിട്ടുണ്ട്, അത്തരം ഒരു കോൺവെർസേഷനിലോട്ട് പോകുന്നതിൽ അത് എല്ലാത്തിൻ്റെയും സൗന്ദര്യം കളയും. അപ്പോൾ ഒരു ജൂറിയുടെ ഡിസിഷൻ, ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് തോന്നില്ല, അവർക്ക് നിരാശ ഉണ്ടാവാം, വേറെ അഭിപ്രായങ്ങളുണ്ടാവാം. അതിനെ അങ്ങനെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.
ഇതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ബെസ്റ്റ് ആക്ട്രസിൻ്റെ ഒരു സ്പേസിലൊക്കെ, ഐ മീൻ മലയാളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റ് ലാംഗ്വേജിൽ നിന്നുള്ളവരും പറയുന്നുണ്ട് പാട്ടത്തിലെ സെറിൻ്റെ പെർഫോമൻസിന് കൊടുക്കണമായിരുന്നു. കാരണം ആളുകൾ ഒരു കോംപ്ലക്സ് കാര്യത്തെ ഏറ്റവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുക, അതിനകത്തുള്ള ഒരൊറ്റ സ്ത്രീ കഥാപാത്രം ആ ഒരു കോർണർ ചെയ്യപ്പെടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ അവരുടെ ഒരു ജേണി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മറ്റ് രണ്ടു പേർക്കും ഇപ്പം മാനസി പരേഖിൻ്റെ സിനിമകൾ ഒരുപക്ഷെ നമ്മുടെ മലയാള ഓഡിയൻസിലേക്ക് ഇപ്പോഴും എത്തുന്നുണ്ടാവില്ല, കച്ച് എക്സ്പ്രസ് ഒക്കെ. പക്ഷേ അപ്പുറത്തുള്ള തിരുച്ചിത്തമ്പലത്തിലെ നിത്യമേനൻ്റെ പെർഫോമൻസ് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനേക്കാൾ മികച്ചതായിരുന്നില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതിൻ്റെ സെറിൻ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല, ആളുകൾ നോട്ട് ചെയ്ത് പറയുന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെ ആനന്ദ് പങ്കുവെച്ച അതേ ഒരു എന്താ പറയുക, നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഓഡിയൻസ് മെമ്പേഴ്സിലേക്ക് ഈ സിനിമ എത്തണം എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം, അതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ ഈ അവാർഡ് ആനന്ദ് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എൻ എക്സ്ട്രാ ആഡ് ഓൺ. ലൈക്ക് മാക്സിമം ആൾക്കാർ ഇത് കാണണം, ഇത് അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് എനിക്ക് അഞ്ജലി എന്ന ക്യാരക്ടർ വളരെ മെമ്മറബിൾ ആയിരുന്നു. അതുപോലെ കണ്ട എല്ലാവർക്കും ഓഡിയൻസ് മെമ്പേഴ്സിനും അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ആൻഡ് ഇപ്പോഴും ആൾക്കാർ ലൈക്ക് എനിക്ക് ഇമെയിലൊക്കെ അയക്കാറുണ്ട്, വലിയ ഇമെയിലൊക്കെ വായിക്കാറുണ്ട്. ആ അനാലിസിസും ഒക്കെ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ ഓൾറെഡി ഫീൽ ലൈക്ക് ഐ വൺ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് മലയാളത്തിലുള്ള അഭിനേതാക്കൾ മറ്റ് ലാംഗ്വേജസിലേക്ക് പോകുന്നതാണ്. മലയാളത്തിൽ അഭിനയിക്കുന്നു, തെളിയുന്നു, അതിനുശേഷം ഹിന്ദിയിലേക്കോ തമിഴിലേക്കോ ഒക്കെ പോകുന്നത്. സെറിൻ്റെ തിരിച്ചായിരുന്നു അല്ലേ? സെറിൻ ഹിന്ദിയിൽ ഫാമിലി മാനിലൊക്കെ അഭിനയിച്ച ശേഷമാണ് മലയാളത്തിൽ വരുന്നത്. അത് പിന്നെ വലിയ പുരസ്കാരം നേടുന്ന സിനിമകളിലും ഒക്കെ നേടുന്നു. ഈ തിരിച്ചുള്ള ജേണി എങ്ങനെയാണ് സംഭവിച്ചത്? അതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അല്ലെ, കയ്യിൽ വന്ന അവസരം അപ്പോൾ ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാച്ചുറേഷൻ അടിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് വേഴ്സ് അബൌട്ട് മിസ്സിങ് ഔട്ട് ഓൺ മലയാളം ദാൻ ഹിന്ദി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിവിടെയാണ്, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ലെറ്റ്സ് ഷിഫ്റ്റ് ബേസ്. അങ്ങനെ എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഈ എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ നമുക്ക് അതിന് മുൻപ് എഡിറ്റിങ്ങിനൊക്കെയുള്ള ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ സീക്രട്ട് പ്രസാദിന്, അതിന് മുൻപ് MS മണിക്ക് 2 തവണ അങ്ങനെയൊക്കെ അവാർഡ് കിട്ടിയവരുടെ ഒരു നിരയുണ്ട്. അങ്ങനെ ഒരു പ്രഗത്ഭന്മാരുടെ നിരയിലേക്കാണ് ആദ്യത്തെ പുരസ്കാരം തന്നെ ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് മഹേഷ് ചൂട് വെച്ചിരിക്കുന്നത്. ചെറിയ സംഭവമല്ല, ഒട്ടും ചെറിയ സംഭവമല്ല. ആദ്യത്തെ പുരസ്കാരം സിനിമയിൽ ഇത്രയും വർഷം നീണ്ട മാധ്യമരംഗത്തെ ഒരു കരിയർ ഉണ്ട്. അതിനുശേഷം സിനിമയിൽ മറ്റേ ലേറ്റ് ആനാലും മറ്റേ സിംഗിളാ വരും, ലേറ്റ് ആനാലും ലേറ്റസ്റ്റ് വരും, അങ്ങനെയൊക്കെയുള്ള വാചകങ്ങളൊക്കെ എഡിറ്ററിന്റെ കൂടെ ഇപ്പോൾ ചേർക്കാൻ തോന്നും. അപ്പോൾ ഈ എഡിറ്റിങ്ങിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്ന സമയത്ത് എന്തൊക്കെയാണ് ജൂറി നമ്മൾ വിലയിരുത്തി പറയല്ലോ? അത് ഇത്രയും എൻഗേജിങ് ആയിട്ടൊരു സ്റ്റോറീനെ കൊണ്ടുപോയി എന്നൊക്കെയുള്ളതാണ് ജൂറി അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഒരു ആട്ടം എന്നുള്ളൊരു സിനിമ ഡയലോഗുകളിലൂടെ സഞ്ചരിക്കുന്ന, പല മനുഷ്യരുടെയും എക്സ്പ്രഷൻസിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, എന്നാൽ അതേസമയം ഒരു ഒറ്റ സ്പേസിൽ ഏറ്റവും എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകണം. എഡിറ്റിങ്ങിൽ, ആട്ടത്തിൻ്റെ ഒരു എഡിറ്റിങ്ങിൽ മഹേഷ് നേരിട്ട ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരുന്നു? അതിങ്ങനൊരു രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് പേ ഓഫ് ചെയ്ത് വരുന്ന ഒരു നിമിഷത്തിൽ കിട്ടുന്ന സന്തോഷം എത്രയുണ്ട്? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഇതിലിപ്പം എന്നെ പറഞ്ഞ പോലെ നമ്മളിത് ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ഏത് ഫ്രെയിം എടുത്താലും ഒരു ഭൂരിഭാഗവും ഒരു 13 പേര് എന്തായാലും ഉണ്ടാവും എല്ലാ ഫ്രെയിമിലും. അതിൽ ഏറ്റവും ടാസ്ക്, നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് ഉള്ളിൽ വന്നാൽ ആനന്ദ് എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തുടങ്ങിയ അവസാനത്തിൽ ഇതൊരു ക്രൈം ത്രില്ലറാണ് പടം. അപ്പം അതിൻ്റെ ഒരു ഇത് ലൂസാകാൻ പാടില്ല ഒരിക്കലും. അത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പടം കാണുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വളരെ ലൂസായിട്ട് കഥ പറഞ്ഞു പോയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം ശരിക്കും പറഞ്ഞാൽ ഫ്രെയിംസ് അടക്കം ടൈറ്റ് ആവുന്നുണ്ട് സിനിമയിൽ. പിന്നീട് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ക്ലോസിലാണ്. ഈ ക്ലോസിലേക്ക് വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ ആദ്യം ലൂസായി നിന്നപ്പോൾ ഇവരെല്ലാവരും ലൂസായിരുന്നു. ഇവരുടെ സ്വഭാവം ലൂസായിരുന്നു, ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ലൂസായിരുന്നു, ഇവർ ഭയങ്കര കാഷ്വലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ഹരി എന്ന് പറഞ്ഞ ആൾ വന്ന് പോയി കഴിഞ്ഞിട്ടുള്ള ഇവരുടെ സ്വഭാവം മാറുന്നോട്ട് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ക്ലോസ് റേഞ്ച് തൊട്ട് വർക്ക് ചെയ്യാനാണ്. എല്ലാവരും ടൈറ്റ് ആയിട്ട് തുടങ്ങി, എല്ലാവരും അവരിലേക്ക് ഒതുങ്ങി. എന്ന് പറഞ്ഞാൽ അവനെ മാത്രം സ്നേഹിച്ചിട്ട് അയാളുടെ സ്വഭാവം മാത്രം പുറത്തേക്ക് കൊണ്ടുപോകാൻ രീതിയിലേക്ക് ഒതുങ്ങി തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ക്ലോസ് റേഞ്ചിലേക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പേസ് മാറി. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഷോട്ടുകളുടെ കട്ടിൻ്റെ ആയാലും പടത്തിൻ്റെ, അത് നമുക്ക് പടം കണ്ടുവരുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതിൻ്റെ സ്പീഡ് കൂടിയെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം പക്ഷേ എഡിറ്റിൽ അതിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര അത്യാവശ്യം സ്ലോയിലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം സ്പീഡിലുമാണ് പോകുന്നത്. അത് ഒരിക്കലും സിനിമ കണ്ടുവരുമ്പോൾ അറിയാൻ പറ്റത്തില്ല.
എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജൂറി ഉണ്ടായി എന്നുള്ളത് ഒരു ഭയങ്കര. തീർച്ചയായിട്ടും എനിക്ക് പറയണം ഈ കാര്യം. കാരണം വെച്ചാൽ ഈ സിനിമ ഇറങ്ങി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ റൺ ഒരു വർഷം ഉണ്ടായിരുന്നു, പിന്നെ റിലീസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷം ഈ സിനിമ ആളുകൾ കണ്ടു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരും തന്നെ ഇതിൻ്റെ എഡിറ്റിൻ്റെ ഒരു ബ്രില്യൻസിനെ കുറിച്ച് സംസാരിക്കും. കാരണം ഒരു ലേമാൻ, സാധാരണ ഒരു പ്രേക്ഷകന് ഇതിൻ്റെ എഡിറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു നോ ഹൗസ് ഉണ്ടാവില്ലായിരിക്കാം. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കണ്ടുപോകുന്നു. അപ്പം ഞാൻ ഈ ബെസ്റ്റ് എഡിറ്റിൻ്റെ അവാർഡ് കേട്ടപ്പോൾ അപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞത്. അതിനുശേഷം ഒന്നും എനിക്കത് ഒന്നും ഉണ്ടായില്ല. കാരണം വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തൊരു ജൂറി അവിടെ ഉണ്ടായി എന്നുള്ളത്. അത് ഒന്നെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സാണ്, ആ ജൂറി ആരാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവർ എഡിറ്റേഴ്സാണ്, ആ ടെക്നിക്കൽ നോ ഹൗസ് ഉള്ളത്. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഈ സിനിമയുടെ എഡിറ്റ് അത്രയും ബ്രില്യൻ്റ് ആണ്. കാരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഡിറ്റ്, സാധാരണ പ്രേക്ഷകർ എഡിറ്റ് ഗംഭീരമാണെന്ന് ഇപ്പം നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് റിവ്യൂവേഴ്സ്, ഓൺലൈൻ റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകരോ ഒക്കെ, ഈവൻ പല ഫിലിം മേക്കേഴ്സ് പോലും പറയുന്ന എഡിറ്റ് ഗംഭീരം എന്ന് പറയുന്ന എഡിറ്റ് സാധാരണ വെച്ചാൽ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കട്ട്സ്, ട്രാൻസിഷൻ്റെ രസങ്ങൾ, ട്രാൻസിഷൻ എഫക്ട്സ്, അല്ലെങ്കിൽ ഭയങ്കര നോൺ ലീനിയർ ആയിട്ടുള്ള കഥ പറച്ചിൽ, ഇതിനൊക്കെയാണ് ആൾക്കാർ പെട്ടെന്ന് ഉള്ള ഒരു റെസ്പോൺസ്, നല്ല എഡിറ്റാണ്, ഭയങ്കര എഡിറ്റാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല എഡിറ്റ് ചെയ്തു അറിയാതിരിക്കുന്ന ആയിട്ട് ആദ്യ അവസാനം. ഇത് ഒന്നാമത്തെ കാര്യം, ഈ സിനിമ ഷൂട്ട് ചെയ്യാനും പാടാണ്. അപ്പോൾ അനിരുദ്ധ് ഗംഭീരമായി ഷൂട്ട് ചെയ്ത എൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒന്ന് ഈ ഒരു 75% ഒരു ലൊക്കേഷനിൽ നടക്കുന്നു, 10-13 ക്യാരക്ടേഴ്സ്, അതിൻ്റെ ആംഗിൾസ് കവർ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ഈവൻ പാവം സിനിമാറ്റോഗ്രാഫർ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും മടുത്തു പോയി. കാരണം ഇത്രയും ദിവസം ഷൂട്ടല്ലേ, കഴിയുമ്പോൾ ഈ ആംഗിൾസ് തന്നെ കവർ ചെയ്ത് ഒരു തരം കിളി പോവും. അപ്പോൾ ഈ സംഭവം, ഈ ഫുട്ടേജ് എല്ലാം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫുട്ടേജ് ഓൺ ടേബിൾ വന്നിട്ട് ഇത് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു കരട് പോലും ഇല്ലാതെ ഒരു സീംലെസ് എക്സ്പീരിയൻസ് 13 പേരുടെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറയാം. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ഐ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് ഇവിടെയാണോ, ഇവിടെ കണ്ടു, പിന്നെ എവിടെ പോയി, ആ ആൾ, ആ സ്പേസിങ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് തലവേദന വരും, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സീംലെസ് ആയിട്ട് കഥയ്ക്കകത്ത് നിന്ന് പ്രേക്ഷകൻ പുറത്ത് പോവാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മഹേഷാണ്, അതിൻ്റെ എഡിറ്റാണ്. അത് എനിക്കത് നാഷണൽ ലെവലിൽ വേറെ എവിടെയും അതിനെക്കുറിച്ചൊരു സംസാരം എവിടെയും ഉണ്ടാകാതെ നാഷണൽ ലെവലിൽ അതിനെ സംസാരിച്ചപ്പോൾ ഐ ഫെൽ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. അപ്പോൾ പിന്നെ എനിക്ക് പ്രതീക്ഷ വന്നു. കാരണം എഡിറ്റിന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി മുമ്പോട്ട് ആ സിനിമയുടെയും കൂടെ ഉണ്ടാവാമെന്നൊരു തോന്നൽ അപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇപ്പോൾ ഒരു കൂട്ടം നവാഗതർ ഈ സിനിമയുടെ ഒരു സ്പേസിൽ നോക്കുകയാണെങ്കിൽ, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇപ്പം ലോകധർമ്മി നാടക ഗ്രൂപ്പിൽ എത്രയോ വർഷമായിട്ട് ഒപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അവരെല്ലാവരും നാടകങ്ങളിലും മറ്റുമായിട്ട് അഭിനയിച്ചിട്ട് ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ ഒരു കൂട്ടം നവാഗതർ ചേർന്ന് ഇങ്ങനൊരു ഗംഭീര പ്രൊഡക്റ്റ് നമ്മൾക്ക് മുൻപിൽ കൊണ്ടുവരാണ്, ഒരു ഗംഭീര ആർട്ട് വർക്ക് കൊണ്ടുവരുന്ന, അതിന് റെക്കഗ്നീഷൻ കിട്ടുന്നു. എന്തായിരിക്കാം, ഐ മീൻ ചില സിനിമ, കൂഴങ്കൽ സിനിമയുടെയൊക്കെ പറയുമ്പോൾ ഒരു ഈ ആയിട്ട് ഒരുപാട് അസംഷൻസ് ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു ഭംഗി പലപ്പോഴും പല ആദ്യ സിനിമകൾക്കും ലഭിക്കാറുണ്ട്. കാരണം നമുക്ക് എന്തും ചെയ്യാവുന്ന ആ ക്രിയേറ്ററുടെ മൈൻഡിലുണ്ടായിരിക്കും. ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ആണ് വരിക, ഒരുപക്ഷെ പ്രൊഡക്ഷൻ ലെവലിലൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ചില സമയത്ത് എന്താ പറയുക, ഇത് ഓഡിയൻസിനെ കണ്ടുണ്ടാക്കുക അല്ലെങ്കിൽ തിയേറ്റേഴ്സിനെ കണ്ടുണ്ടാക്കുക, അങ്ങനത്തെ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടം പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം ആട്ടത്തിന് നൽകിയിരുന്നു. അതായിരിക്കും ആട്ടത്തിൻ്റെ ഒരു മികച്ച ക്വാളിറ്റിയിൽ ഒരു പ്രധാന പോയിന്റ് ആയിരിക്കാം. എന്താണ് പറയുക? അല്ല, ഇത് ഏതൊരു വർക്ക് ഓഫ് ആർട്ടിന് ഞാൻ വിശ്വസിക്കുന്നത് 50% നമ്മുടെ ഒരു പ്രയത്നവും 50% അതിനകത്തൊരു യാദൃശ്ചികതയുണ്ട്, ഒരു അൺസർട്ടനിറ്റി. അതായത് എവറിത്തിങ് ഹാസ് ടു ഫോൾ ഇൻ പ്ലേസ് എന്ന് പറയത്തില്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധിയുണ്ട്. യാദൃശ്ചികത, ഫോർ എക്സാമ്പിൾ, ഞാൻ മധുരം എന്ന് പറയുന്ന സിനിമ മഹേഷ് എഡിറ്റ് ചെയ്ത സിനിമ കാണുന്നു, മധുരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് നല്ല എഡിറ്റ്, വളരെ കാലത്തിന് ശേഷമാണ്, വളരെ മനോഹരമായി പോയറ്റിക് ആയിട്ടൊരു പോലൊരു സിനിമ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ, അത് അർഹിക്കുന്ന രീതിയിലുള്ള സ്ലോ പേസ്ഡ് ആയിട്ടുള്ള എഡിറ്റ്, വളരെ കൺവിക്ഷൻ വേണം, നല്ല എഡിറ്റർ ആണല്ലോ എന്നാലും. അപ്പോൾ നമ്മുടെ എഡിറ്ററിനെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊരാൾ വന്നിട്ട് അയാൾ വേറൊരു സിനിമ വന്ന് പോയി. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നല്ല സിനിമയാണല്ലോ എന്ന് പറയും. ഞാനിങ്ങനെ ആലോചിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കൂട്ടത്തിലുള്ള മദൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ മദൻ ചേട്ടൻ്റെ വീട്ടിൽ, വേറൊരു വാടക വീട്ടിൽ താമസിച്ച ആളാണ് മഹേഷ്. അപ്പോൾ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ മദൻ ചേട്ടൻ എൻ്റെ അടുത്ത് എന്ന് പറയുന്നു, എനിക്കിങ്ങനെ ഒരു ഫ്രണ്ടുണ്ട് മഹേഷ് എന്ന് പറഞ്ഞ്, മധുരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ്, നിനക്ക് പരിചയപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇന്നലെ കണ്ട പടമാണ്, എന്തായാലും മഹേഷിനെ മീറ്റ് ചെയ്യാം.
അങ്ങനെ പോയി മഹേഷിനെ ഞാൻ പറഞ്ഞു ഓരോരുത്തർ വരുന്നത് എന്ന് പറയുന്നത് ഒരു യാദൃശ്യം. അപ്പോൾ ഈ ടാലൻസ് സംഭവിക്കുക എന്ന് പറയും. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു കറക്റ്റ് ഉത്തരവായിട്ട് ഇത് വളരെ സത്യമാണ്. നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് പിന്നെ നമുക്ക് ഗുണമായി മാറും. അതായത് വിനയ് നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ആൾക്കാർക്ക് വേണ്ടി എഴുതുകയാണ്. അപ്പോൾ ഇത്ര ആൾക്കാർക്ക് വേണ്ടി എഴുതുമ്പോൾ ഈ സിനിമ നടക്കണമെങ്കിൽ ഇതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടണമെങ്കിൽ ഇത് വലിയ പടമാവാൻ പറ്റില്ല, വലിയ ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വലിയ ബഡ്ജറ്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് കുറവായിരിക്കണം. കാരണം ഒരു ദിവസം ഷൂട്ടാണ് അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് അതിൻ്റെ ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത്. ലൊക്കേഷൻസ് കുറവായിരിക്കണം. അപ്പോൾ സിനിമ ചേംബർ ഡ്രാമ ആയിരിക്കണം. ആദ്യം തന്നെ നമ്മൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് എടുത്ത് വെച്ചു. അപ്പോൾ അതിലേക്ക് ചെയ്യുമ്പോൾ പിന്നെ ആദ്യ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ഇഗ്നറൻസ് ഉണ്ട്. നമുക്ക് അറിയാത്ത ഏരിയകളാണ് കൂടുതൽ. അപ്പോൾ അതിലൊരു തരം ധൈര്യം വരും, അതിനൊരു സൗന്ദര്യമുണ്ട്. പിന്നെ ഈ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇതൊരു പക്ഷേ ഈ 10-13 പേരുടെ ഒരു കളക്റ്റീവ് സ്വപ്നം ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ, അതായത് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്ന് പറയും. ഒരു പലതരം പ്രൊഡ്യൂസേഴ്സിനെ കിട്ടും. ഇപ്പോൾ ഫണ്ടി എന്ന പ്രൊഡ്യൂസറിനെ കിട്ടും. അവരിപ്പോൾ ചെറിയ പടമാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെറിയ പടമാണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭരിക്കുന്ന ലെവലിലുള്ളതല്ല ഇദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ സിനിമ ഒരു വലിയ സിനിമ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷന് പോലും ദർ വാസ് നോ നെഗോസിയേഷൻ. ഒരു കാര്യത്തിൽ പോലും ഒരു അനാവശ്യമായ നെഗോസിയേഷനോ. ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, സാർ ഈ സിനിമ സാർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, പക്ഷേ ഒരു കാര്യമുണ്ട്, 13 പേരാണ്, ഈ പടം ഡബ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഡയലോഗ് ഇൻറ്റൻസീവ് സിനിമയാണ്, സിങ് സൗണ്ടാണ്. അപ്പോൾ സിങ് സൗണ്ട് തന്നെ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനുള്ള ഈ 11 പേരെ ഒരുമിച്ച് മൈക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് കേരളത്തിലില്ല, ബോംബെയിൽ നിന്ന് വരണം. അത് തന്നെ ഒരു പെർ ഡേ കോസ്റ്റ് 30,000 to 35,000 വരും. അപ്പം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും എക്സലൻ്റ് ആയിരിക്കണം. രംഗനാഥ് രവിയെ പോലെ ആൾക്കാരാണ് ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ജിക്കു ആണ് എൻ്റെ സിങ് സൗണ്ട് റെക്കോർഡിസ്റ്റ്. 2 ക്യാമറ വേണം. അപ്പോൾ അത് തന്നെ ഒരു 50,000. അത് വലിയ സിനിമയ്ക്ക് വേണ്ട ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരുന്ന പറയുമ്പോൾ സാറാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഓഫ് കോഴ്സ്, അതിനെന്താ സംശയം. സാറ് അത്രയും ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുള്ള ആളാണ്. അത്രയും സാറ് തന്നെ ഒരു ആർട്ടിസ്റ്റാണ്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്രയും ഇൻഫോംഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇതിന് എത്ര 5 മുടക്കിയാൽ 7 എപ്പോൾ കിട്ടും, 10 എപ്പോൾ കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറല്ല. സോ അങ്ങനെ ഒരാൾ ഇതെല്ലാം വന്നു ചേരണം. ഇത് നമുക്ക് ശ്രമിച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു ഭാഗ്യം ഇതിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആട്ടം ഒരു വലിയ പ്രതീക്ഷയാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അഭിമാനത്തിനൊപ്പം സന്തോഷത്തിനൊപ്പം സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു വിനയ് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഡൗൺ ആവുന്ന ഒരു മൊമെൻറ്റിൽ നമുക്ക് ആട്ടം ഇത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മളെ കൊണ്ടും ട്രൈ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ കൂടി തന്നതിന്, അഭിമാനമായി മാറിയതിന് ആട്ടത്തിൻ്റെ എൻറ്റയർ ടീമിന് ഇവിടെ ഇപ്പോൾ നമുക്ക് 4 പേരെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്, പക്ഷേ ആ സിനിമയിലുള്ള ഓരോ മനുഷ്യരും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ബിഗ് കൺഗ്രാറ്റ്സ് പറയുന്നു. ഒരുപാട് സന്തോഷം റിപ്പോർട്ടറിനോട് സംസാരിച്ചതിന്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.